ഒരു പ്രതീക്ഷയില്ലാത്ത എൻ്റെ സിനിമകൾ പോയിട്ട് ഫസ്റ്റ് ദിവസം കാണുന്നതിനൊരു കാരണം ഉണ്ടാവുമല്ലോ. ആ കാരണം ഒന്നേ ഉള്ളൂ. വർഷങ്ങൾക്ക് ശേഷം ഇറങ്ങി ഓടി, എനിക്ക് വേണമെങ്കിൽ ആ സമയത്ത് നമ്മുടെ ശമ്പളം വളരെ അങ്ങ് കൂട്ടിക്കയറ്റി വെക്കാം. കാരണം ഒരു സിനിമ ഓടിയാൽ തന്നെ അടുത്ത സിനിമ അതിൻ്റെ ഇരട്ടി വാങ്ങിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ ഞാനത് ചെയ്തില്ല. ഇത് അങ്ങനെയല്ല വരുള്ളൂ. അല്ല, ഞാനിത് കുറേ തവണ കണ്ടുകൊണ്ട് നമുക്കൊരു അഭിപ്രായമൊക്കെ പോയി. എന്നാലും നമ്മൾ ഓർഗാനിക്കായിട്ട് വരുന്നൊരു ആൾക്കാരുണ്ടല്ലോ. കാരണം ഫസ്റ്റ് ദിവസത്തെ റിവ്യൂസും പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ സ്വാഭാവികമായിട്ടും സാറ്റർഡേ സൺഡേ നമുക്ക് ഒരു സ്റ്റഡി ആയിട്ടുള്ളൊരു കളക്ഷൻ വന്നു. എന്ന് വെച്ചാൽ അത്യാവശ്യം ആൾക്കാർ കയറി. ഇപ്പം തിരുവനന്തപുരത്ത് ഇവിടെ വന്ന് ഇപ്പം കണ്ട ആൾക്കാരൊക്കെ പടം കേട്ടും വേർഡ് ഓഫ് മൗത്തിലൂടെ വന്നിട്ട് കേട്ടറിഞ്ഞിട്ട് വന്ന ആൾക്കാരാണ്. ആദ്യത്തെ കുറച്ച് മിക്സഡ് റിവ്യൂസ് സംഭവങ്ങളൊക്കെ വന്നതിന് ശേഷം നമുക്ക് സ്വാഭാവികമായിട്ടൊരു ഡ്രോപ്പ് വരും. ഭയങ്കരമായിട്ട് ഡ്രോപ്പ് വന്നില്ല. സ്റ്റിൽ ആൾക്കാർ ഇതൊക്കെ ഓർഗാനിക്കായിട്ട് സാധാരണ നമ്മൾ ആൾക്കാരെ തിയേറ്ററിലൊക്കെ കയറ്റേണ്ടി വരും. പക്ഷെ നമുക്ക് തിയേറ്ററിൽ ആൾക്കാരെ കയറ്റാതെ തന്നെ, കാരണം ഞാൻ പറഞ്ഞു നമുക്ക് ആൾക്കാരൊന്നും കയറ്റേണ്ട, വരുന്നവർ വരട്ടെ. ചിരിക്കാനുണ്ട് അല്ലെങ്കിൽ അത്യാവശ്യം ചിരിയുണ്ട് എന്നുള്ളതായിരുന്നു നമ്മുടെ ഒരു വിശ്വാസം. ആ ചിരി തിയേറ്ററിൽ വന്നിട്ട് കുറച്ച് സ്ഥലങ്ങളിൽ നമുക്ക് സെക്കൻഡ് ഹാഫിൽ, ഫസ്റ്റ് ഹാഫ് കുറച്ച് വീക്കാണ്, പക്ഷേ സെക്കൻഡ് ഹാഫിൽ നമുക്ക് ആ ചിരിയുണ്ട്. രമേശ് ചേട്ടൻ്റെയൊക്കെ അത്യാവശ്യം കരിയർ ബെസ്റ്റ് തന്നെ പറയാൻ പറ്റുന്ന പെർഫോമൻസസ് ഉണ്ട്. അതെ, വന്ന് കണ്ടു. അത് ഞങ്ങൾ അല്ല, അതൊന്നും അവർക്ക് അറിയേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മളിൽ നിന്ന് പ്രത്യേകിച്ച് ഇപ്പം എൻ്റെ കഴിഞ്ഞ കുറച്ച് സിനിമകളൊക്കെ കുറേയധികം സിനിമ അവസാനം ഓടി എനിക്ക് തോന്നുന്നു വർഷങ്ങൾക്ക് ശേഷമാണ് തിയേറ്ററിലേക്ക് ഓടിയത്. പക്ഷേ നമുക്ക് കമേഴ്ഷ്യലി വയബിളായ സിനിമകളുണ്ട്. മലയാളി ഫ്രം ഇന്ത്യ തിയേറ്ററിൽ ഓടിയില്ലെങ്കിൽ പോലും നമുക്ക് ബിസിനസ് വൈസ് വയബിളായി. അതിനുശേഷം കഴിഞ്ഞ വർഷം അപ്പോൾ കുറച്ച് സിനിമകൾ കഴിഞ്ഞ വർഷത്തെ ചെയ്ത പിന്നീടുള്ള സിനിമകളൊക്കെ ബാഡ് ബോയ്സിൽ നിന്ന് ഞാൻ ഹീറോ സെൻട്രിക് ആയിട്ട് ചെയ്ത പടങ്ങളൊക്കെ വളരെ കുറവാണ്. പിന്നീട് വന്ന സിനിമകളൊക്കെ എൻ്റെ പേരിൽ 13 സിനിമയുണ്ട്, പക്ഷേ ഇതിലൊന്നും ഞാൻ നായകനൊന്നുമല്ല. ബാഡ് ബോയ്സ് ഞാൻ നായകനല്ല, മലയാളിയിൽ ഞാൻ നായകനല്ല, ഞാൻ നടികറിൽ അഭിനയിച്ചിട്ടുണ്ട്. ഇതൊക്കെ 13 ഞാൻ ചെയ്ത സിനിമകളിൽ കൂട്ടുന്നുണ്ട്. അത് എന്ത് വകയിലാണ് ഈ 13 സിനിമ കിട്ടുന്നത് എനിക്കറിയില്ല. ഓശാന എന്ന് പറഞ്ഞ സിനിമയിൽ അതിന് ഞാൻ നായകനല്ല. ഞാൻ നായകനായിട്ടുള്ള 4-5 സിനിമയേ ഉള്ളൂ. വർഷങ്ങൾക്ക് ശേഷം ഞാൻ പറഞ്ഞു വരുമ്പോൾ അതിൽ മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ഒരു ലീഡ്, വൺ ഓഫ് ദ ലീഡ്. അതിലും മൾട്ടി സ്റ്റാർ സിനിമകളാണ്. അപ്പം പക്ഷെ ഇതിൻ്റെയൊക്കെ ബാഗേജ് നമ്മുടെ തലയില്ല. ഈ പറയുന്നത് ഇപ്പം മാലാഖ ഇന്നലെ ഇറങ്ങി സൗബിൻ നായകനായിട്ടുള്ള സിനിമയാണ്, അതും എൻ്റെ തലയിലാണ്. എന്താ നമുക്ക് മനസ്സിലാവില്ല. അശ്വതിനെ സംബന്ധിച്ചിടത്തോളം ഇവർ ഇത്രയും നമ്മൾ പ്രതീക്ഷ കൊടുക്കാതെ തന്നെ ഇത്രയും സിനിമകൾ നമ്മുടെ മോശമായിട്ട് തന്നെ ഇവരെന്തിനാണ് ഇത് ഫസ്റ്റ് ഡേ പോയിട്ട് നമ്മുടെ സിനിമ കാണുന്നത്? പ്രതീക്ഷ കൊടുക്കാതിരിക്കുന്ന ആൾക്കാരെന്ന് സിനിമ എന്തിനാണ് കാണുന്നത്? അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു റവന്യൂ ജനറേറ്റ് ചെയ്യുന്നൊരു മേഖലയാണ് അവർക്ക്. സോ അവരുടെ റിവ്യൂസിനെ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റ് ഡേ എൻ്റെ സിനിമ ഒരു പ്രതീക്ഷയില്ലാത്ത എൻ്റെ സിനിമ പോയി കാണണമെങ്കിൽ അതിന് ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ. അത് ഒറ്റ ഉദ്ദേശം എന്ന് പറയുന്നത് അവർക്ക് കൃത്യമായിട്ടുള്ള ഒരു ഇതുണ്ട്. ആ അജണ്ട ഒന്നുമല്ല. കൃത്യമായിട്ട് നമ്മളെ സിനിമകൾ റിവ്യൂ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് അതിൽ നിന്ന് അവർക്ക് കിട്ടുന്നത്, നമ്മളും ഇതേ പൈസയ്ക്ക് വേണ്ടിയാണ് നമ്മൾ സിനിമ ചെയ്യുന്നത്, നമ്മൾ സിനിമ എടുക്കുന്നത്. അവരും അതേ പൈസയ്ക്ക് വേണ്ടിയിട്ട് അവർ കൃത്യമായിട്ട് ഫസ്റ്റ് ഡേ പോയിട്ട് റിവ്യൂ കണ്ടിട്ട് ഇടണമെന്ന് നിർബന്ധമൊന്നുമല്ലോ. കാരണം രാവിലെ ഒരു റിവ്യൂ വരുന്നു, 2 റിവ്യൂ വരുന്നു, 3ാമത്തെ റിവ്യൂ വരുമ്പോൾ അശ്വിനൻ സ്വാഭാവികമായിട്ടും അതിൻ്റെ മുകളിൽ ഒരു സാധനം പറഞ്ഞാൽ മാത്രമേ അശ്വിനന് അതിനായിട്ടുള്ള ഒരു ഇതുണ്ടാവുള്ളൂ. കള്ളപ്പണത്തിനല്ല ഞാൻ അല്ല ഒരിക്കൽ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് എനിക്ക് ഇപ്പം ഇവിടെ തിരുവനന്തപുരത്ത് നിങ്ങളെയാണ് പരിചയമില്ലാത്തത്. അവർ അവിടുത്തെ എല്ലാ ഓൺലൈൻ മീഡിയ ടീമിനൊക്കെ നമുക്ക് വർഷങ്ങളായിട്ട് കാണുന്ന ആൾക്കാരാണ്. ആ വീഡിയോ ഇപ്പം ഞാൻ ഇടണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചേട്ടാ ഇത് കട്ട് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഇത് ഇടണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അവരിടില്ല. ഞാനാണ് അവരോട് പറഞ്ഞത്, പോകുമ്പോടാ എന്നോട് ചോദിക്കുന്നു ചേട്ടാ ഇത് ഇടട്ടെ എന്ന് പറയുമ്പോൾ ഞാനാണ് പറഞ്ഞത് എയർ ചെയ്തോ. കാരണം ഇത് പലപ്പോഴായിട്ട് പലരും ചോദിക്കുന്ന സംശയങ്ങളാണ് ആൾക്കാർക്ക്. ഇത് കള്ളപ്പണം ഇതാവണം. ഇത് കാരണം ഇങ്ങനെ ചോദിക്കുമ്പോൾ അപ്പോൾ ഇതൊരു ചർച്ചയാവണം. കാരണം ഇതൊരു ചർച്ചയാവണം, അതിനെ മറുപടി പറയണം ആൾക്കാർ. അപ്പോൾ അഖിൽ വന്നപ്പോൾ കഴിഞ്ഞ ദിവസം അഖിലിനെ ഞാൻ 1-2 തവണ കണ്ടിട്ടുള്ളൂ. അഖിലിൻ്റെ പരിചയത്തിലുള്ള ഒരാൾ മാത്രമാണ്, ഭയങ്കര സൗഹൃദമൊന്നുമില്ലാത്ത ആളാണ്. പക്ഷേ അഖിൽ കൃത്യമായിട്ട് അതിനൊരു മറുപടി പറഞ്ഞു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊരു അടിസ്ഥാനമില്ലാതെ, കാരണം കള്ളപ്പണം എന്നൊക്കെ പറയുന്ന രാജ്യദ്രോഹ കുറ്റമാണ് ഈ പറയുന്ന സംഭവം. അപ്പോൾ ഇതിനൊരു അടിസ്ഥാനമില്ല. അപ്പം ഞാൻ കഴിഞ്ഞ വർഷം ലിസ്റ്റൻ സ്റ്റീഫൻ്റെ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്, ആൻഡോ ജോസഫിൻ്റെ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്, വൈശാഖിൻ്റെ മെറിലാൻഡ് സിനിമാസിൽ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവരൊക്കെ ഈ അലിഗേഷൻ്റെ ഭാഗമാണ്. ഇവരൊക്കെ പ്രൊഡ്യൂസേഴ്സിനെതിരെയാണ് പറയുന്നത്. ഞാൻ വിനീത് ശ്രീനിവാസൻ്റെ പടത്തിൽ അവർക്ക് ഈ കള്ളപ്പണമാണോ അപ്പോൾ പറയുമ്പോൾ അപ്പോൾ ഈ പറയുന്ന ഞാനിപ്പോൾ സോഫിയ പോളിൻ്റെ പടം ചെയ്തു. ഇവരൊക്കെ മേജർ ബാനേഴ്സാണ്. വീക്കെൻഡും മാജിക് ഫ്രെയിംസ് ആയിക്കോട്ടെ, ഇവരൊക്കെ കള്ളപ്പണം കൊണ്ടാണോ പടം ചെയ്യുന്നത്? ഒരിക്കലുമല്ല. കാരണം ഇതിന് കൃത്യമായിട്ടുള്ള
എന്താ പറയണ്ട, നമ്മൾ GST IT ഫയൽ ചെയ്ത് ഇതിന് കൃത്യമായിട്ടുള്ള സ്ക്രൂട്ടണി നടക്കും. നടന്മാർ പ്രതിഫലം കുറയ്ക്കണമെന്ന് പറഞ്ഞാൽ യോജിക്കുന്നുണ്ടോ? ഡെഫിനറ്റ്ലി. എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറയ്ക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ നമ്മൾ പ്രീ റിലീസ് ബിസിനസ്സും ഉണ്ടായിരുന്ന ഒരു കാലത്ത്, അല്ലെങ്കിൽ OTT ബിസിനസ് ഉണ്ടായിരുന്ന കാലത്താണ് ഈ സാലറിയൊക്കെ ഇവർ ഹൈക്ക് ചെയ്ത് വെച്ചിരുന്ന പലരും. ഞാൻ ഉൾപ്പെടെയുള്ള നമ്മളാണ് കൃത്യമായിട്ട് ഒരു സാലറി ഇതുവരെ നമുക്ക് ഹൈക്ക് ചെയ്യാനുള്ള വകുപ്പില്ല, പടവടിയല്ല ഹൈക്ക് ചെയ്യുക. അപ്പോൾ പിന്നെ ഇതിനിടയിൽ ഇവിടെ ശമ്പളം ഇതാക്കും. അപ്പോൾ പിന്നെ പക്ഷേ എന്നാൽ പോലും വർഷങ്ങൾക്ക് ശേഷം ഇറങ്ങി ഓടി, എനിക്ക് വേണമെങ്കിൽ ആ സമയത്ത് നമ്മുടെ ശമ്പളം വളരെ അങ്ങ് കൂട്ടിക്കയറ്റി വെക്കാം. കാരണം ഒരു സിനിമ ഓടിയാൽ തന്നെ അടുത്ത സിനിമ അതിൻ്റെ ഇരട്ടി വാങ്ങിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷേ ഞാനത് ചെയ്തില്ല. കാരണം വെച്ചാൽ ഒരു സിനിമ ഓടിയതുകൊണ്ടോ 2 സിനിമ ഓടിയതുകൊണ്ടോ 3 സിനിമ ഓടിയതുകൊണ്ടോ അതിൻ്റെ ഇരട്ടി ശമ്പളം വാങ്ങിക്കുന്ന ആൾക്കാരുണ്ട് ഇവിടെ. അപ്പോൾ അത് അന്ന് കഴിഞ്ഞ 1.5 വർഷം വരെ പ്രീ ബിസിനസ്സും അല്ലെങ്കിൽ OTT ബിസിനസ്സും ഉണ്ടായിരുന്ന, സാറ്റലൈറ്റ് ബിസിനസ്സും ഉണ്ടായിരുന്ന സാധനം ഇപ്പോൾ സാറ്റലൈറ്റ് ബിസിനസ് എന്ന് പറഞ്ഞ സംഭവമില്ല. സാറ്റലൈറ്റ് ബിസിനസ് എന്ന് വെച്ചാൽ ഗ്രൗണ്ട് സീറോയിൽ നിൽക്കുകയാണ്. OTT ബിസിനസ് ഈ പറഞ്ഞ പോലെ ഇറങ്ങി ഓടിക്കഴിഞ്ഞാലും എടുക്കാം എന്നുള്ള പലതും എടുക്കാതെ പോകുന്നു. അങ്ങനെ എടുക്കുന്ന റേറ്റ് തന്നെ വളരെ കുറവാണ്. അപ്പം ഓടുന്ന സിനിമകൾ തന്നെ കുറഞ്ഞു. അതുകൊണ്ട് തന്നെ ആർട്ടിസ്റ്റ് ഈ പറഞ്ഞ പോലെ സാലറി കുറയ്ക്കുക, കംപ്ലീറ്റ് ആയിട്ട് കുറയ്ക്കുക എന്നുള്ളതല്ല. ഡിപ്പെൻസ് ഒരു പ്രോജക്റ്റിൻ്റെ ഇത് വെച്ചിട്ട് അവർക്ക് എന്തൊക്കെ ഫ്ലെക്സിബിളായിട്ട് വെക്കാൻ പറ്റുമോ, കുറയ്ക്കാൻ പറ്റുമെങ്കിൽ കുറയ്ക്കുക. കാരണം നമ്മളിത് പറഞ്ഞല്ലേ, ഇത് ഫ്രീലാൻസ് ചെയ്യുന്ന ജോലിയാണ്. അപ്പം നമുക്കൊരിക്കലും ഇവരുടെ അടുത്ത് പോയിട്ട് നിങ്ങളിത് കുറയ്ക്കാൻ അവർ സമ്മതിക്കുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ കുറയ്ക്കാൻ പറ്റില്ല എന്ന് പറയാൻ അവരെ വേണ്ടെന്ന് വെക്കുക എന്നുള്ള ഓപ്ഷൻ മാത്രമേ ഉള്ളൂ.